ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ലാബോറട്ടറി അസിസ്റ്റന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇതിൻ്റെ മെയിൻ എക്സാം ഇന്നലെ കഴിഞ്ഞു. അപ്പം ക്വസ്റ്റ്യൻ എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത്. അപ്പം ഞാനത് നോക്കി. ഈ എക്സാം നമ്മൾ ആദ്യമേ തന്നെ ആ ക്വസ്റ്റ്യൻ്റെ നമ്മൾ എവിടെ നിന്നൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരുവിധം നല്ല ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് തോന്നും. എഴുതാൻ പറ്റും കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ എക്സാം ഹാളിലിരുന്ന് ചെയ്യുന്ന ആ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ പൊട്ടിക്കുന്നതിന് മുമ്പ് നമ്മളതിൻ്റെ അകത്തോടൊക്കെ നോക്കുന്ന സമയത്ത് നമുക്കൊന്നും അറിയാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസും എനിക്ക് നമ്മൾ കാണുന്നത്. നമ്മൾ ഇംഗ്ലീഷിലോട്ടും കണക്കിലോട്ടും മലയാളത്തിലോട്ടും നമ്മൾ അധികം പോവില്ല. നമ്മൾ GK പോർഷൻ ആയിരിക്കും നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുന്നത്. മാത്സ് ഒക്കെ നമുക്ക് ചെയ്ത് നോക്കിയല്ലേ പറയാൻ പറ്റും, അല്ലെങ്കിൽ ഇംഗ്ലീഷ് നമുക്ക് ആലോചിച്ച് നോക്കി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മലയാളം അതുപോലെ തന്നെ GK കാര്യങ്ങൾ നമ്മൾ പഠിച്ചത് കൊണ്ടോ എന്ന് ക്വസ്റ്റ്യൻ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ അകത്തോട് നോക്കുമ്പോൾ നമുക്ക് കേട്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ് ആദ്യമേ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിയുമോ ക്വസ്റ്റ്യൻ ടഫാണ്, നമുക്കിനി എക്സാം അറ്റൻഡ് ചെയ്താലും വലിയ ഗുണമൊന്നുമില്ല, പാടായിരിക്കും എക്സാം. ബെല്ലടിച്ചു, നമ്മൾ ക്വസ്റ്റ്യൻ തുറന്ന് നോക്കിയ സമയത്ത് A കോഡ്, B കോഡ്, C കോഡ്, D കോഡ്. അപ്പം ചില കോഡിലേക്ക് വരുമ്പോഴത്തേന് ആദ്യമേ തന്നെ നല്ല ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം സ്കിപ്പ് ചെയ്ത് പോയി. പിന്നെ കുറച്ചങ്ങോട്ട് കഴിയുമ്പം നമുക്കറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ കിട്ടും. പിന്നെ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോയി. പിന്നെ നോക്കുമ്പോഴത്തേന് കുറച്ച് രണ്ടും അറിയാവുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ അങ്ങനെ പോയി 70 GK നമ്മൾ അറ്റൻഡ് ചെയ്തു. 70 GK എന്ന് പറഞ്ഞത് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പോയി കഴിയുമ്പോഴത്തേന് ഏകദേശം നമുക്കൊരു 20-25 മാത്രമേ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അതായത് GK പോർഷൻ 70-ൽ 25-30 നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റി. കാരണം നമുക്ക് അതിനും ഡൗട്ടായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് 30 നമ്മൾ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ പോയ കോൾ അനുസരിച്ച് ചിലപ്പോൾ നമ്മൾ മാത്സിലോട്ട് പോകുന്നവരുണ്ട്, ഇംഗ്ലീഷിലോട്ട് പോകുന്നവരുണ്ട്, മലയാളത്തിലോട്ട് പോകുന്നവരുണ്ട്. അത് ആ ഒരു അറിയാവുന്ന ആ ഒരു ഇതനുസരിച്ചായിരിക്കും അവർ പോകുന്നത്. ഇപ്പോൾ മാത്സിലോട്ട് പോയ ഒരാളെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ മാത്സ് 10 എണ്ണത്തിൽ നമുക്കൊരു ഏകദേശം എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, N+5 എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ, അത് X ആണ് കൊടുത്തിരിക്കുന്നത്. ആ X മിക്കവാറും ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. N കൊടുത്തിട്ട് Xന്റെ കാര്യം പറയുമ്പോൾ ചിലപ്പോൾ അത് ഡിലീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പോയാൽ തന്നെയും ഒരു 8 എണ്ണം നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, മാത്സ് നമുക്ക് ഒരു 8 എണ്ണം ചെയ്യാൻ പറ്റും. മാത്സ് എനിക്ക് 8 എണ്ണം കിട്ടി. പിന്നെ നമ്മൾ നേരെ ഇംഗ്ലീഷിലോട്ട് പോയി. ഇംഗ്ലീഷിൽ നമ്മൾ കേൾക്കുമ്പോൾ എല്ലാം PVQ, നമ്മൾ പ്രീവിയസ് ആയിട്ട് ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെ എടുത്തിട്ട സംഭവങ്ങളാണ് ഇംഗ്ലീഷിൽ കിടക്കുന്നത്. പിന്നെ അതിന് വൊക്കാബുലറി പോർഷൻ മാറ്റി തന്നെ ഗ്രാമർ പോർഷൻ ഫുൾ നമുക്ക് കിട്ടുന്നതാണ്. അങ്ങനെയൊക്കെ പോയാൽ തന്നെ ഒരു 7 മാർക്കോളം നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ മലയാളത്തിലോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറിനെ കുറിച്ച് ഡൗട്ട് ഉണ്ട്. ബാക്കി ഏകദേശം നമുക്ക് കിട്ടുന്ന കാര്യമാണ് ഉള്ളത്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇതിന്റെ 3ന്റെയും കാര്യം ആദ്യം പറയാം. ഇതിന് 3 നമുക്ക് 30 മാർക്കാണുള്ളത്. 3 ചേർത്ത് 30 മാർക്ക്. എങ്ങനെയൊക്കെ പോയാലും ഈ 3 എണ്ണത്തിനും കൂടെ 20 മുതൽ 23 മാർക്ക് വരെ നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും 30-ൽ. പിന്നെ നേരെ നമുക്ക് തിരിച്ച് GK-ലോട്ട് വരാം. GK ഞാൻ നേരത്തെ പറഞ്ഞു 30 എണ്ണമാണ് നമ്മൾ അവിടെ സ്കോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ എഴുതാൻ പോയി, നമ്മൾ ആലോചിച്ച് എഴുതി കുറച്ചൊക്കെ നമ്മൾ മൈനസ് വരുത്തി. ബാക്കിയുള്ള ഇനി വരുന്നതാണ് മൈനസ് കൂടാനുള്ള സാധ്യതയുള്ളത്. ഓക്കെ, മൈനസൊക്കെ വരുത്തി, ചിലത് ശരിയാവും, ചിലത് തെറ്റാവും. അങ്ങനെ ഏകദേശം ഒരു 15 മുതൽ 20-22 വരെ മൈനസ് മേടിച്ച ആൾക്കാർ വരെ ഉണ്ട്. ഓക്കെ, അപ്പോൾ 70-ലാണെന്ന് ആലോചിച്ചോണം. 70-ൽ ഒരു 23 നമ്മുടെ മാത്സും ഇംഗ്ലീഷും മലയാളവും ചേർത്തൊരു 3 മൈനസ് പോയാൽ തന്നെ 70-ൽ നമ്മൾ 20 മൈനസോളം വരുത്തി. ഓക്കെ, 70-ൽ 20 മൈനസോളം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് 50 മാർക്ക് അവിടെ GK കിട്ടിയുള്ളൂ. 20 മാർക്ക് നമ്മൾ മൈനസ് അടിച്ചു പോയി. ഈ 20 മാർക്കിന്റെ മൈനസ് മാർക്ക് കൂടി 20 മാർക്കിന്റെ മൈനസ് മാർക്ക് കൂടെ ചേർത്തിട്ട് നമുക്ക് എത്ര മാർക്ക് അവിടെ GK. അപ്പം GK-ലാണ് കൂടുതൽ ആൾക്കാരും ഇതിനകത്ത് അടിച്ചിട്ടത്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ വരെ തെറ്റിച്ച ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോഴും നമുക്ക് അതോടെ നിൽക്കട്ടെ. നമുക്ക് ഏകദേശം ഒരു GK-ൽ ഒരു 45 മുതൽ ഒരു 50 മാർക്ക് വരെ പറയാം. അപ്പം ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഇതിനൊരു 20 മുതൽ 23 മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. GK-യുടെ പോർഷൻ വരുമ്പോൾ നമുക്കൊരു 45 മുതൽ ഏകദേശം ഒരു 50 മാർക്ക് വരെ. അപ്പം തന്നെ ടോട്ടൽ 20, 45 കൂടെ ചേർത്തിട്ട് 65 മാർക്ക്. പിന്നെ അപ്പുറത്ത് വരുമ്പോൾ 23, 50 കൂടെ ചേർത്തിട്ട് 73. ഓക്കെ, അപ്പോൾ 65 മുതൽ 73 വരെ. അപ്പോൾ ഈ 65 എന്ന് പറയുന്നത് നമുക്കവിടെ മാറ്റിയിട്ട് 73. ഈ 73 എന്ന് പറയുന്ന മാർക്ക് ഏകദേശം 6 ഇഞ്ചൊക്കെ മേടിച്ച ആൾക്കാർ ഒരുവിധം സേഫ് ആണെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. കാരണം ഇതൊരു ജില്ലാതലത്തിൽ നടന്ന ഒരു എക്സാമാണ്. ആ ജില്ലാതലത്തിൽ നടന്ന എക്സാമിന് ഏകദേശം ഒരു 200, മാക്സിമം ഒരു 200-250 പേരൊക്കെ അതുപോലെ അപ്പോയിൻമെന്റ് നടക്കുന്ന ജില്ലകളിൽ എടുത്തോളൂ. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ അത്രയും ആൾക്കാർ കിട്ടാനുള്ള സാധ്യത കുറവാണ്. കാരണം നിങ്ങൾ തന്നെ എക്സാം എഴുതിയ ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എത്രത്തോളം മൈനസ് എനിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഇതുപോലെ ആയിരിക്കും മറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്കും മൈനസ് മാർക്ക് കുറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ 65, 73. ഈ 65 എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഒരു 3 മാർക്ക് അവിടെ പ്ലസ് ചേർത്തു. 73 എന്ന് പറയുന്നിടത്ത് ഒരു 3 മാർക്ക് പ്ലസ് ചേർത്തു. അങ്ങനെ ഏകദേശം ഒരു 68 മുതൽ ഒരു 76 വരെ. ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് വരികയാണെങ്കിൽ ഒരു 68, കൂടി കട്ട് ഓഫ് വരുവാണെങ്കിൽ ഒരു 76, അതിൽ കൂടുതൽ അതിൻ്റെ ഇടയ്ക്കായിരിക്കും കട്ട് ഓഫ് വരാനുള്ള സാധ്യതയുള്ളത്. ഇത് വരും സാധ്യതയാണ്, എൻ്റെ മാത്രം നിഗമനമാണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. അപ്പം പലരും 10 പേരെടുത്ത് കഴിഞ്ഞാൽ 11 അഭിപ്രായമായിരിക്കും വരുന്നത്. അതുകൊണ്ട് ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. ഇതൊന്നും വരണമെന്ന് യാതൊരു കുഴപ്പമില്ല. സേഫ് മാർക്ക് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ സേഫ് ആയിട്ട് കയറാനുള്ളൂ. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, മറ്റുള്ള കഴിഞ്ഞ വർഷത്തെ അപ്പോയിൻമെന്റും ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. മാക്സിമം ഒരു 100, 120 ആ റേഞ്ചൊക്കെ മാത്രമേ ടോട്ടൽ അഡ്വൈസ് നടക്കുള്ളൂ. ടോട്ടൽ അഡ്വൈസ് അത്രയും പോയാൽ തന്നെ OC ഓപ്പൺ കോമ്പറ്റീഷൻസിൽ നിന്ന് എത്ര പോകുമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ,
അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട. ഇനി വരുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാനും ഏകദേശം ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും. അപ്പോയിൻമെന്റ് കുറച്ച് കുറവാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി 2025 അവസാനം വരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് LGS, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ആരും ഇത് ടെൻഷൻ അടിക്കേണ്ട. പോയത് പോട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ അടുത്ത എക്സാമിന് വേണ്ടി മാക്സിമം പഠിക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ലത് മാത്രം ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം.